കിഞ്ചിക്കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് കറിയാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പോർക്ക് റോസ്റ്റ് ചെയ്യണ, അതായത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുക്കറിൽ 1 കിലോനാണ് നമ്മൾ ഇപ്പോൾ പോർക്ക് എടുത്തുള്ളത്. അതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പും പഞ്ചസാരയിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാണ്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ ഒഴിച്ചാൽ മതി. അപ്പം നമുക്കതിൻ്റെ നെയ്യൊക്കെ ഉരുക്കി വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഹൈജീൻ പ്രോബ്ലം ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് നമ്മൾ ബീഫ് വയ്ക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂടുതൽ എനിക്കിതിനെക്കുറിച്ചിട്ട് പറയാനറിയില്ല, കാരണം ഞാൻ പോർക്ക് കഴിക്കില്ല. പോർക്ക് എന്നല്ല, ഞാൻ ബീഫായാലും കഴിക്കില്ല, വെക്കും എല്ലാതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു വിസിൽ വിളിച്ചിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിലത്തെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം കളയുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കണം. അപ്പോൾ നമ്മളിത് ഊറ്റാനായിട്ട് ഇതാ കണ്ട ഈ ഒരു പാത്രത്തിലിട്ടിട്ട് എല്ലാ വെള്ളവും കളഞ്ഞു. ഇനി നമ്മളിതിൽ മസാല ഇടാണ്. അപ്പോൾ ഇത് 1 കിലോനാണ് ഉള്ളത് കേട്ടോ. ഇതൊരു 10-30 ചുവന്നുള്ളി ഉണ്ടാവും, ഒന്ന് ചതച്ചെടുത്തതാണ്. അതങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് നീളനെ കട്ട് ചെയ്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂണോളം, അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 തൊട്ടിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ നിറയെ. ഇതപ്പോൾ ഞാൻ ഇടുന്ന ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ വീട്ടിലും ടീസ്പൂൺ വ്യത്യാസം ഉണ്ടാവും. അളവ് ടീസ്പൂണൊന്നുമല്ല അത്, സാധാരണ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ചെറിയൊരു ടീസ്പൂൺ, അത് നിറയെ എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുന്നുണ്ട് 3 വേണമെന്ന്. 3 വേണം കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അത് ഇതുപോലെ 2 ടീസ്പൂണ് നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മുളക് ക്രഷ് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് 1 ടീസ്പൂണാണ്. നമ്മൾ പിന്നെ ഇനി നമ്മൾ സവാളയൊക്കെ ഇട്ട് വഴറ്റുമ്പോഴാണ് മുളക് ക്രഷ് ചെയ്ത് ചേർക്കുക. ഇനി നമ്മൾ മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയും ഇതുപോലെ തന്നെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ട നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ 1 ടീസ്പൂണിൻ്റെ. ഇനി ഇതൊന്ന് മിക്സായി കിട്ടാനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂണാണ്. എന്നിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പും അതുപോലെ തന്നെ കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മിക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ചേർക്കാൻ മറന്നതാണ്, അല്ലാണ്ട് അതുപോലെ ചേർക്കണമെന്നില്ല കേട്ടോ. 1 തണ്ട് വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അയ്യോ ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ഒപ്പം തന്നെ ചേർക്കേണ്ടതാണ്, ഞാൻ മറന്നു പോയ കാരണമാണ് വീണ്ടും വീണ്ടും പറയണത് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇത്ര ഒരു കുടംപുളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വിളിക്കണ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് വെള്ളമൊന്നും ഊറി വരില്ല, നമ്മളതൊക്കെ കളഞ്ഞ കാരണം. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ ഇപ്പുറത്തൊരു ഉരുളി വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയല്ലേ ചേർത്ത് കൊടുത്ത്. ഓയിൽ ചേർക്കണവർക്ക് ഓയിലും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വേറൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കുന്നു മാത്രം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകവും പെരുംജീരകമാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്, രണ്ടും 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തണ്ട് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെയുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമുക്കിതിലേക്ക്
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സൈസ് കേട്ടോ, അധികം വലിപ്പമില്ലാത്ത ഒരു ചെറിയ സൈസിലുള്ള 4 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. സവാള ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്നുള്ളി ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കണം. അതൊരു മുറി നാളികേരത്തിൻ്റെ കൊത്ത് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ആവട്ടെ. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ്, കഴിക്കാനൊക്കെ തോന്നും. ഞാൻ കഴിക്കാത്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കണം. ഞാൻ ഈ പാലും തൈരും അതുപോലെ തന്നെ ബീഫ് ആട അങ്ങനെ ഒന്നും കഴിക്കാത്ത കാരണം ഒറ്റപ്പെട്ടു പോകാമെന്ന് എല്ലാവരുടെ ഇടയിലും. 2 പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്തും നാളികേരവും ചേർത്തിട്ട് നാളികേരക്കൊത്തും ചേർത്തിട്ട് നല്ലപോലെ നമ്മളിത് വഴറ്റിയെടുക്കണം. അത് കുറച്ച് സമയം പിടിക്കും. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ, വേഗം ഒന്ന് ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയിട്ട് വരാം. നമ്മുടെ കുക്കറിലുള്ളത് 2 വിസിൽ വിളിച്ചിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ആവാൻ കുറച്ച് സമയം പിടിക്കുന്ന കാരണമാണ്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ മുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1 ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ചേർത്ത പൊടിയുടെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി അടിച്ചത് ഒഴിച്ച് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാൻ എടുത്തുള്ളത്. നമ്മൾ കുടംപുളി ചേർത്തിട്ടില്ല, അപ്പോൾ അത്യാവശ്യത്തിന് പുളി ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളിനി ഒരു തക്കാളി മതി കേട്ടോ. അത് നല്ലപോലെ അരച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോഴും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിലുള്ള പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഉണ്ടാവും. ഗ്രേവി ആയിട്ട് കണ്ട നമ്മൾ ഒഴിച്ചുള്ള വെള്ളം ഗ്രേവി ആയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചാറൊക്കെ കുറുകി മസാലയൊക്കെ ഇതിൽ പിടിക്കണ വരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇത് പോർക്ക് കറി ആയിട്ടല്ല, ഒരു ബീഫ് കറി ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിനിപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർക്ക് കറി അത്യാവശ്യം ഗ്രേവി ടൈപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും ഗ്രേവി അല്ല, കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം വെച്ചാൽ മതി. അതങ്ങടെ നല്ലോണം വറ്റി പോവില്ല, അതുപോലെ തന്നെ കൂടുതലും ആവില്ല. നമ്മൾ ഇനി അതിൽ വെള്ളം ഇറങ്ങി വരില്ല. അത് കാരണമാണ് ആദ്യമേ തന്നെ നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.